ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ആലൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷവായ് ചിക്കനാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ കിച്ചണിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഷെഫ് ഇതാണ്. നമുക്ക് ഷെഫ് എന്തൊക്കെ എടുത്താൽ നമുക്ക് ഷവായ് ചിക്കൻ്റെ റെസിപ്പി ചോദിക്കാം. നമ്മളിന്ന് ഷവായ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുളക് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള, അതും കുറച്ച് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് വേണം അതിന്. അപ്പം അതിന് വേണ്ടിയിട്ട് അത് പേസ്റ്റ് ആക്കാനായിട്ട് അത് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മുടെ ലെമൺ. 1 ടീസ്പൂൺ ലെമൺ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തൈര് ആഡ് ചെയ്യാനുണ്ട്. ആ തൈര് നമുക്ക് സവാള ഒന്ന് കട്ട് ചെയ്യണം. ഇത് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ നന്നായിട്ട് നരയാൻ വേണ്ടിയിട്ട് ഇതിനൊരു 4 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ഇപ്പോൾ ഇതിനെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക്, ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. നമുക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്യണം. നമ്മൾ അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടി. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൊടുക്കണം. തൈര്, നല്ല കട്ട തൈര്, വലിയ പുളിയില്ലാത്ത തൈര് നമുക്ക് ഇട്ട് കൊടുക്കാം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ടീസ്പൂൺ നാരങ്ങ നമുക്ക് അരയ്ക്കാൻ പോകണം. ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മളിടാൻ മറന്നുപോയി, കുറച്ച് ഉപ്പ് ആവശ്യം. ഉപ്പ് ഒരു കുറച്ച് അധികം ഇട്ടാലും അത്ര നല്ലതാണ്, കാരണം ചിക്കനകത്തേക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഉപ്പ്, അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു 1/2 സ്പൂൺ, 3/4 സ്പൂണോളം ഉപ്പിടുകയാണ്. അത് ചിക്കനിൽ ശരിക്കും പിടിക്കണം അതിന് വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ചു വെക്കുകയാണ്. ഇത് അടച്ചു വെച്ച് നമ്മൾ ശരിക്കും നന്നായിട്ട് അരയ്ക്കണം. ഏകദേശം ഇങ്ങനെ അരഞ്ഞിരിക്കും. ഇത് ചിക്കൻ സ്റ്റാർട്ട്. ഇനി നമ്മൾ ഒരു ഫുൾ ചിക്കൻ, ഒരു 1.5 കിലോ വരുന്ന ഒരു ഫുൾ ചിക്കനാണ് വെച്ചേക്കുന്നത്. ഇതിനെ നമ്മളൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും, ഇതിനകത്ത് വെള്ളം അധികം ഇരിക്കുന്നത് അത്ര നല്ലതല്ല. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് തുടച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഇതിനെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നത് തൊലിയോട് കൂടി തന്നെയാണ് നമ്മളിതിനെ ചെയ്യാൻ പോകുന്നത്. ഷവായി നമ്മളത് മസാല പരട്ടി ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലാണ് നല്ലൊരു നന്നായിട്ട് അതിനെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനകത്തേക്ക് നമുക്ക് ഈ ഭാഗമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കളയാനുണ്ട്. ഇനി നമ്മൾ ഇതിലെ ഒന്ന് മസാല നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം. ഒരു ഫോർക്ക് വെച്ച് നൈഫ് നന്നായിട്ട് കുത്തി കൊടുത്താൽ നമുക്ക് മസാല നന്നായിട്ട് അതിൽ പിടിച്ചു കിട്ടും. നമ്മൾ ഈ ചിക്കനെ
പയ്യെ മസാല പരത്താനായിട്ട് ഒരു പാത്രത്തിലേക്ക്, ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഇതിനകത്ത് നന്നായിട്ട് മസാല ചേർക്കാം. നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തട്ടി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്കും പുരട്ടി കാലും നന്നായിട്ട് മസാല പരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു 6 മണിക്കൂർ എങ്കിലും മിനിമം വെക്കണം എന്നുള്ളതാണ്. നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഞാനതിൻ്റെ കൂടെ ഒരു കുറച്ച് പൊട്ടറ്റോ, ബേബി പൊട്ടറ്റോ ആണ് സാധാരണ ഉപയോഗിക്കേണ്ടത്. ഞാനിപ്പം ബേബി പൊട്ടറ്റോ ഇല്ലാത്ത കാരണം സാധാ പൊട്ടറ്റോയും അതോടൊപ്പം തന്നെ കുറച്ച് ക്യാരറ്റ് നമ്മളതിൻ്റെ കൂടെ മസാലയുടെ കൂടെ വയ്ക്കുകയാണ്, പരട്ടി വയ്ക്കുകയാണ്. കാരണം ഇത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഉള്ളിൽ വെച്ച് അതിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഇത് ചെയ്തു നമ്മൾ പയ്യെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന ചിക്കനെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 4 മണിക്കൂറാണ് ഇരുന്നിട്ടുള്ളത്. ശരിക്കും ഒരു 6 മണിക്കൂർ മേളിൽ നമ്മളിത് വെക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ സമയക്കുറവ് മൂലം നമ്മളൊരു 4 മണിക്കൂർ വെച്ചേക്കാം. അപ്പോൾ ചിക്കൻ നമ്മളെടുത്തൊന്ന് ചെറുതായിട്ട് പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട്, ഒലിവ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അതൊരു കുറച്ച് ചിക്കനെ ഒന്ന് പാനിനകത്തിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കത് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് ചിക്കനെ നമുക്ക് കിട്ടും ഗ്രില്ല് ചെയ്യുമ്പോൾ. നമ്മുടെ ഗ്രില്ല് മറ്റേ എയർ ഫ്രയറിലാണ് ചെയ്യാൻ പോണത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് ഉള്ള, ശരിക്കും ഗ്രില്ല് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഷവായി ചിക്കൻ. ഇത് ഞാനിപ്പോൾ തൽക്കാലം ഇതിനകത്താണ് എയർ ഫ്രയറിലിട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ചിക്കൻ്റെ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഈ എടുത്ത് പാനിനകത്തേക്ക് വയ്ക്കണം. മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് തോന്നുന്നു, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ഇതിനകത്ത് ഉരുളക്കിഴങ്ങും അതുപോലെ നമ്മുടെ ക്യാരറ്റൊക്കെ ഇതിനുള്ളിൽ വെക്കാനായിട്ട്, അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ചുമ്മാ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇതിനുള്ളിൽ വെക്കുമ്പോൾ വെന്ത് കിട്ടും. അപ്പോൾ ഗൈസ് നമ്മുടെ എയർ ഫ്രയറിനകത്ത് വെച്ചിട്ടുണ്ട്. എയർ ഫ്രയറിനകത്ത് ചൂടായ ഷവായി ചിക്കൻ നമുക്കൊന്ന് എടുക്കാം ഗൈസ്. എടുക്കാന്നല്ല, വെക്കാന്ന തെറ്റിപ്പോയതാണ് ഗൈസ്. ആ ഇച്ചിരി മസാല ഇതിനകത്ത് പരട്ടി കൊടുക്കണേ. മസാല പറ്റി കൊടുക്കണം. അതോടൊപ്പം തന്നെ ലേശം ബട്ടർ സെൻറ്ററിൽ വെച്ചാൽ മതി. അത് പയ്യെ ഉരുകി എല്ലായിടത്തേക്കും സെറ്റായിട്ട് പോയിക്കോളും. ഇപ്പം ബട്ടർ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുരിഞ്ഞ് കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ട് സ്വല്പം ബട്ടർ. ഓക്കെ, ഇത് എയർ ഫ്രയറിനകത്തേക്ക് വയ്ക്കാൻ പോകണം. നമ്മൾ 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ്, അത് 20 മിനിറ്റ് നമുക്ക് വെന്തില്ലെങ്കിൽ കുറച്ച് നേരം അവിടെ വെക്കേണ്ടി വരും. നമ്മൾ ഈ ബാലൻസ് വരുന്ന ഈ ഗ്രേവി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു.
അതിനുശേഷം അതൊന്ന് പയ്യെ ഈ ബാലൻസ് വരുന്ന ഗ്രേവി ഇതുപോലെ ഒന്ന് ചൂടാക്കി അതിനകത്തുള്ള ഇത് നമ്മുടെ ചിക്കനകത്ത് വീണ്ടും നമുക്ക് പുരട്ടി ഉപയോഗിക്കാനും അതുപോലെ ഉരുളക്കിഴങ്ങ് അതുപോലെ ക്യാരറ്റ് എല്ലാം അതിനകത്തെല്ലാം നമുക്ക് ഈ ഗ്രേവി വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഇത് കുറച്ച് നേരം ഇപ്പോൾ വെള്ളം പോകുന്നവരെ ഇത് ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഇച്ചിരി നമ്മൾ ആ ഇത് തൂത്ത് കാരണം ബട്ടർ ഇട്ടേക്കുന്നതാണ് കുറച്ച് ഒരു കരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. പക്ഷെ നല്ല ഉള്ളു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നുകൂടെ മറിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. മറിച്ചിട്ട് അപ്പോൾ നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിപ്പം ഏകദേശം ഈ ഒരു പരിവായിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. ഇത് നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് ഇത് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ അതിനൊന്ന് പരട്ടി കൊടുക്കണം. ക്യാരറ്റൊക്കെ ബേബി പൊട്ടറ്റോ ആയിരുന്നു ഇടേണ്ടത്. പക്ഷെ നമ്മളതിനകത്ത് വലിയ പൊട്ടറ്റോ ആണ് ഉപയോഗിച്ചിരുന്നത്. അതിനും കുറച്ച് ഈ ഗ്രേവി അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളതിനെ ഇച്ചിരി മല്ലിയിലേക്ക് ഇട്ടൊന്ന് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ കുറച്ച് ഈ പറഞ്ഞമാതിരി സവാളയും ഇത് ഓരോരുത്തർ ഓരോ സ്റ്റൈലിലാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് ഒരു ഇച്ചിരി മല്ലിയില ഇട്ട് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. കാരണം നമ്മൾ ആ ഉരുളക്കിഴങ്ങ് വെച്ച് അതിൻ്റെ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഒരു ഷവായി ചിക്കൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ. ഞാനപ്പോൾ പെട്ടെന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മല്ലിയില ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഷവായി ചിക്കൻ.